ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അളിയനും മച്ചാനും എന്ന വീഡിയോൻ്റെ ഒരു രണ്ടാം ഭാഗം ഇറക്കണമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ വീഡിയോ നല്ലതാണോ അല്ലായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് വിലയിരുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെന്തിനാ പണിക്കാരെ എപ്പോഴും ഇങ്ങനെ വായി തോന്നി വിളിക്കുന്നത്? സംഗതി നിങ്ങളുടെ പണിക്കാരൊക്കെ തന്നെയാണ്, നിങ്ങൾ കരാറിട്ട പണിയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഏത് സമയത്തും അത് ആ മുതലാളി അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അയ്യേ മോശമായി. ആർക്ക് മോശം? എനിക്കോ? എനിക്ക് ഒരു മോശമില്ല കേട്ടോ മച്ചാനെ. ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാകാനിട്ട ഇതൊക്കെ ഒരു മറയണെന്ന്. ഇതേ ഞാനൊരു കരാറുകാരൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന തന്നെയാണ്. അതായത് മുതലാളിമാരുണ്ടല്ലോ, ചില മുതലാളിമാർ അവർ രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ, അവർക്ക് 100 സംശയങ്ങൾ. സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും എന്തിൻ്റെയൊക്കെ വെച്ചാൽ അതൊക്കെ ഉണ്ട്. സിമെൻറ്റ് എത്ര ലോഡ് ഇറക്കി, സിമെൻറ്റ് ഏത് കമ്പനിയാണ്, മണൽ എത്ര ലോഡ് ഇറക്കി, നിനക്ക് കടയിൽ നിന്ന് എത്ര കമ്മീഷൻ കിട്ടി, ഇതൊക്കെ പാടെ കേൾക്കുമ്പോണ്ടല്ലോ തലക്ക് ആകെ പിരിപ്പിട്ട് കയറും. പിന്നെ അച്ഛനറിയാലോ എൻ്റെ കാര്യം, അവിടുന്ന് കുറച്ച് വാങ്ങിയിട്ടാവും ഇവിടെ ഇറക്കാം, ഇവിടുന്ന് കുറച്ച് വാങ്ങിയിട്ടാവും അവിടെ ഇറക്കാം. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പാടെ കൂടിയിട്ട് വാങ്ങുമ്പോൾ പിന്നെ കജ്ജും കാനൊക്കെ കണ്ടിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ മുതലാളിമാർ ഇവിടെ വരുമ്പോൾ അതൊക്കെ ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, അതേപോലുള്ള ആ സംഭവങ്ങളൊക്കെ അതിനൊക്കെ രക്ഷപ്പെടാനൊരു മാർഗം അത്. ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നല്ല കേട്ടോ. പിന്നെ ആ പണിക്കാരുടെ കാര്യമല്ല, അതൊന്നും അവർക്ക് വിഷയമില്ലാന്ന്. അവർക്ക് ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരത്ത് കൊടുത്താൽ അത് മാറ്റി നാളെ ഹാപ്പി ആവും.